Hi all. In this video, we are going to see a problem regarding the Thevenin's theorem. So the question is, in the circuit shown, find the current through 10 ohm resistor utilizing Thevenin's theorem. 10 ohm ആയിട്ടുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്. So what we are going to do is we are just removing the 10 ohm resistor. But 10 ohm resistor remove ചെയ്ത് അവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയി മാറും. അവിടെ രണ്ട് ടെർമിനൽസ് we will name the terminals and nodes or all the points some names so that it is easy for us to solve. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 10 ohm resistor റിമൂവ് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. The removed portion is marked as terminals X and Y and the voltage across that. ടെർമിനൽ ഓപ്പൺ ആണെങ്കിൽ ആ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ there will be an voltage across the terminal and it is named as VOC. So ഇനി നാം ചെയ്യാൻ പോകുന്നത് I am going to name it every nodes points and going to give names. So ഇത് A, B, C, D, E and F. ഇവിടെ ഇടയിൽ പേരുള്ളത് ഇവിടെ എക്സും വൈയും പേരുള്ള കാരണമാണ്. സോ ഇതിന് അറ്റ് നോഡ് സി നമ്മൾ KCL അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നോഡ് സി നോഡൽ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് KCL അപ്ലൈ ചെയ്തിട്ട്. സോ അറ്റ് നോഡ് സി അപ്ലൈയിങ് KCL. സോ എന്ത് വരും? നമുക്കറിയാം നമ്മൾ കറണ്ട് നോഡിന്റെ ഫേസ് എടുക്കുമ്പോൾ കറണ്ട് പുറത്ത് പോകുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാറുള്ളത്. സോ വി വിൽ ഡു ലൈക്ക് ദാറ്റ്. സോ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് just 1 minute. So from node C ഞാൻ കൺസിഡർ ചെയ്യുന്നത് കറണ്ട്സ് ആർ ഗോയിങ് ഔട്ട്വേർഡ്. നമ്മൾ നോഡൽ അനാലിസിസിന്റെ വീഡിയോ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ കറണ്ട് എല്ലാം ഗോയിങ് ഔട്ട്വേർഡ്സ് എന്ന് കൺസിഡർ ചെയ്തു. I1, I2 ആൻഡ് I3. ഈ I3 കറണ്ട് തന്നെയാണ് ഇപ്പുറത്തെ 3 കാരണം മറ്റൊരു ഓപ്പൺ സർക്യൂട്ട് ഇവിടെ കറണ്ട് ഫ്ലോ ഇല്ല. ഓക്കെ, സോ നൗ വാട്ട് ഈസ് equation of KCL then? I1 plus I2 plus I3 is equal to 0. Now I1 ന്റെ കേസ് എടുക്കുക. സിയുടെ അവിടുത്തെ വോൾട്ടേജ് let it be V1. V1 എന്നുള്ള ഒരു പേര് ഞാൻ കൊടുക്കണം. വോൾട്ടേജ് at node C let it be V1. So V1 കൺസിഡർ ചെയ്യുന്ന സമയത്ത് I1 ന് നമുക്ക് എന്ത് എഴുതാം? V1 minus 10 എന്ന് പറഞ്ഞാൽ നമ്മളൊരു കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണ്. സോ V1 ആണ് ഏറ്റവും കൂടുതൽ. അവിടെ നിന്ന് 10ന്റെ സൈഡിൽ അല്ലെങ്കിൽ പോയിന്റ് ഡിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കറണ്ട്. നമുക്ക് ഇവിടെ താഴെ ഒരു ഗ്രൗണ്ട് എന്നുള്ള കൺസിഡറേഷൻ ചെയ്യാം, കാരണം ഇവിടെ താഴെ ഒന്നുമില്ല. അതുകൊണ്ട് മൊത്തത്തിലായിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു പോയിന്റ് ഇവിടെ എടുത്തുള്ളൂ ഗ്രൗണ്ടിൽ. സോ ഇങ്ങോട്ട് ഗ്രൗണ്ടിലേക്കാണ് കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് ഇടയിൽ നമുക്കൊരു 10 വോൾട്ട് ഉണ്ട്. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് V1 മൈനസ് 10. ഗ്രൗണ്ടിന്റെ പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് V1 മൈനസ് 10 മൈനസ് 0 എന്നെടുത്തു. ഇനി സപ്പോസ് വോൾട്ടേജ് സോഴ്സ് തിരിഞ്ഞ് ഇങ്ങനെ മൈനസും പ്ലസും ആയിട്ടാണ് ടെർമിനൽസ് ഇരിക്കുന്നത് വെച്ചാൽ V1 മൈനസ് 10 എന്ന് വരും. അപ്പോൾ അത് V1 പ്ലസ് 10 ആയി മാറും. അത് ശ്രദ്ധിക്കുക. ഇവിടുത്തെ കേസിൽ അതിന്റെ ആവശ്യമില്ല. ഇവിടുത്തെ കേസിൽ it is V1 minus 10 minus 0. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലസ് കൂടെ കയറുകയാണ് പ്ലസ് 1. പ്ലസ് തന്നെയാണ് ഇട്ട്, അതായത് V1 മൈനസ് പ്ലസ് 10 എന്നാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് V1 മൈനസ് 10 എന്ന് വന്നത്. കറണ്ട് എൻട്രി ചെയ്യുന്ന പോയിന്റിൽ ഏതാണോ പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, അങ്ങനെ സോൾവ് ചെയ്യുമ്പോഴാണ് എളുപ്പം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുണ്ട്. സോ അത് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. സോ V1 മൈനസ് 10 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വോൾട്ടേജ് അല്ല റെസിസ്റ്റർ നമ്മുടെ കറണ്ടിന്റെ ഫോർമുല V/R ഫോർമുലയാണ് യൂട്ടിലൈസ് ചെയ്തത്. പ്ലസ് V1 minus 12 by 5 plus V1 minus 20 by 1.
ഈക്വൽ ടു 0. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടെ ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ടിന്റെ ടെർമിനൽസ് തിരിഞ്ഞാണ്, പ്ലസ് മൈനസ് എന്ന ടെർമിനൽസ് തിരിഞ്ഞാണ്, അന്ന് കറക്റ്റ് ചെയ്യുന്നത് ഞാൻ. സോ ദാറ്റ് ഈസ് ലൈക്ക് ദിസ്, മൈനസ് മുകളിലും പ്ലസ് താഴെയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു V1 മൈനസ്, ഇവിടെ മൈനസ് ഇവിടെ കയറി പ്ലസ് ഇവിടെ ഇറങ്ങി. സോ V1 മൈനസ് മൈനസ് 12, ദാറ്റ് ഈസ് V1 plus 12 by 5, that is 0. So from this what we get is ഒരു simplified equation ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റാം. So by simplifying, what we will get, V1 by 2 minus 10 by 2 plus V1 by 5 plus 12 by 5 plus V1 minus 20 equal to 0 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഈക്വൽ ടു 0 എന്നാണ് ഇക്വേഷൻ വരിക. അതിനൊന്ന് സോൾവ് ചെയ്യണം. വാട്ട് ഈസ് V1 by 2 എന്ന് പറയുന്നത്, അതായത് 1 by 2 പോലെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.5 V1. So 0.5 V1 minus 10 by 2 is minus 5 plus 1 by 5, V1 by 5 is 0.2 V1 plus 12 by 5. What is 12 by 5? It is 2.4. So 2.4 plus 2.4 plus V1 minus 20 equal to 0. Now the final equation, what is the final equation? It comes like V1 കൂട്ടിയാൽ 0.7 V1 plus 1 ഉണ്ട്. So it is 1.7. ഇവിടെ V1 0.2 V1, ഇവിടെ 0.5 V1. So 1.7 V1 equal to, equal to 1.7 V1 is equal to ഈ 20 ഇവിടെ ഉണ്ട്, മൈനസ് 20, ഇവിടെ മൈനസ് 5 ഉണ്ട്, ഇവിടെ പ്ലസ് 2.4 ഉണ്ട്. ഇതെല്ലാം വലത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ 20 plus 5 minus 2.4 എന്ന് വരും. അപ്പോൾ ആൻസർ what we get is 12.3. ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുകയാണ്. 12.3 ആണ് ഉത്തരം വരിക. 20 plus 5 minus 2.3 is not 12.3, it is 22.7. So it is 22.7. Other than what we need to find is, we need to find the V1 value. So V1 value is equal to 22.7 divided by 1.7. So the answer is 13.35. So that is the answer for V1, 13.35 volt. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ നമുക്ക് V1 അല്ലെങ്കിൽ V1 തന്നെയാണ് VOC. കാരണം ഇവിടെ V1 ഇതേ വോൾട്ടേജ് ആണ് എവിടെയും വരുന്നത്, ഇവിടെയുള്ളത് ഇത് തന്നെയാണ് എവിടെയും വരിക, ഇവിടെയും വരിക. So what is here? The voltage is VOC. So our VOC is same as that of V1. So we got one value, that is VOC, that is equal to V1, that is equal to 13.35 volt. അപ്പോൾ ഒരെണ്ണത്തിന്റെ ഉത്തരമായി. Next what we need to find is RTH. So we look how to find RTH. So to find the RTH നമുക്ക് ആകെ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് 10 ohmനെ അവിടെ റിമൂവ് ചെയ്ത് ബാക്കി എല്ലാ സോഴ്സുകളും ഡീആക്ടിവേറ്റ് ചെയ്യും. സോ ഹിയർ there is only voltage sources. So voltage source എല്ലാം നമ്മൾ ഷോർട്ട് സർക്യൂട്ട്, കറന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ we have to open circuit. So RTH കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട്. സോ ഈ ഒരു പോയിന്റ് നോക്കുവാണെങ്കിൽ ഈ സൈഡ് 2 ohm ഉം 5 ohm they are in parallel.
സോ നമുക്ക് വേണം ഇക്വലന്റ് സർക്യൂട്ട് ഒന്ന് വരയ്ക്കാം. സോ 2 and 5 പാരലൽ ആണത്. ഇവിടെ 1 ohm ഉണ്ട്, ഇവിടെ RTH ഉണ്ട്, ഇവിടെ 2 parallel to 5. 2 parallel to 5 എത്രയാണെന്നുള്ള വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. സോ 2 parallel to 5 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് പാരലൽ ആണ് എന്ത് 1 ohm. സോ 2 parallel to 5ന്റെ ഇക്വലന്റ് വാല്യൂ എത്രയാണെന്ന് വെച്ച് ആദ്യം കണ്ടുപിടിക്കണം. സോ ഇറ്റ് ഈസ് 10/7. 2/7 is this is equal to 10/7. Now that is in parallel with 1 ohm. Now we need to take the equivalent of this 10/7 and 1. So what is 10/7 and 1 in parallel? The total equivalent resistance value is 17 by sorry 10 by 17 is the value regarding that equivalent resistance of 10/7 and 1. So the R equivalent is 10/17. So this is the RTH value. So now what we have to do is we have to just do the equivalent circuit. So this is VOC and RTH. RL. So this is RL, this is RTH. So this is IL. Now what we need to find is current through the 10 ohm. That is our question. So IL is equal to VOC by RTH plus RL. So that is equal to VOC. What we got, the VOC value is 13.35 divided by RTH is 10/17 plus RL is 1. Okay, this is 10/17 and this is 1. This is 13.35 volt. So this is the answer. So the IL value is equal to, sorry, the RL value is 10 ohm. Please make that not correct. This is 10 ohm, not 1 ohm. So the IL value is 1.26 amperes. This is how to solve the Thevenin's theorem. By utilizing Thevenin theorem, how to solve this problem. This is the way how to do.